കുട്ടികളിൽ റൂട്ട് കനാൽ അല്ലെങ്കിൽ പൾപെക്ടമി ചെയ്തതിന് ശേഷം ക്യാപ്പ് ഇടുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? പൊതുവേ നമ്മൾ കുട്ടികൾക്ക് റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പല്ലിൻ്റെ കീടിൻ്റെ ഭാഗം, അതേപോലെ തന്നെ കനാലിൻ്റെ ഭാഗം, ഇത്രയും ഭാഗം നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് മരുന്ന് വെച്ച് അടയ്ക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ കുട്ടി കുറച്ചധികം കട്ടിയുള്ള ഫുഡ് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ പല്ലിൽ ഫില്ലിംഗ് എമൗണ്ട് ആയിരിക്കും കൂടുതൽ. ഈ ഫില്ലിംഗ് പൊട്ടും. നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാണ് വായിലോട്ട് ഇടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പെന്നും പെൻസിലും എല്ലാം കുട്ടികളുടെ വായിൻ്റെ ഉള്ളായിരിക്കും. ഈ ഫില്ലിംഗ് പൊട്ടുമ്പോൾ ഉള്ളിൽ വെച്ച മരുന്ന് കുറച്ചേ അലിഞ്ഞു പോകും. അങ്ങനെ കുട്ടികൾക്ക് റീഇൻഫെക്ഷൻസ് വരും. നമ്മുടെ കുട്ടികൾക്ക് പെയിൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ലോങ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പറ്റും എന്നല്ലേ ആലോചിക്കണ്ടേ. അപ്പോൾ ക്യാപ്സിൻ്റെ മെറ്റീരിയൽ പറയുമ്പോൾ നമുക്ക് മെറ്റലുണ്ട്, ബയോഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ പല്ലിൻ്റെ കളർ കിട്ടും. അല്ല വെച്ച് കഴിഞ്ഞാൽ സിർക്കോണിയ പറഞ്ഞിട്ട് പല്ലിനെ പോലെ തന്നെയുള്ള ക്യാപ്സ് കിട്ടും. ഡാൻസറസ് ക്യാപ്പ് എന്തായാലും ഇടണം. ആകെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും പല്ലാട്ടി പറിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി ക്യാപ്പാട്ടി പറിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു റൂട്ട് കനാൽ പറഞ്ഞ് ചെയ്യുമ്പോൾ അത് സേഫ് ഗാർഡ് ചെയ്യാൻ എന്തായാലും ക്യാപ്പ് ഇടണം.